നമ്മുടെ നാട്ടിൽ 1-2 മാസമായിട്ട് ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള മഴയാണ്. ധാരാളം ആളുകൾക്ക് പനി വന്ന് നാട് മുഴുവൻ പനിയാണ്. ഏത് ആശുപത്രി ചെന്ന് കഴിഞ്ഞാലും പനിക്കാരെ കൊണ്ട് പൊറുതിമുട്ടുകയാണ്. സ്കൂളിലെ കുട്ടികൾ, എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്ക് പനി വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ പനി വരാത്ത ചില ആളുകളും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർക്ക് പനി വരാത്തത്? പലതരം പനികളുണ്ട്. നമ്മൾ പനിക്ക് ഓരോ പേരിട്ടിരിക്കുകയാണ്. ഡെങ്കിപ്പനി, എലിപ്പനി, പക്ഷിപ്പനി, പന്നിപ്പനി, അങ്ങനെ പല സൈസിലുള്ള പനികൾ. എന്നാൽ പ്രധാനമായിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശക്തിയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പനിയും ചുമയും ജലദോഷവും എല്ലാം നിൽക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഞാനൊരു മെഡിക്കൽ വിദഗ്ധനല്ല, പക്ഷെ നിരീക്ഷണത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വാട്ടർ തെറാപ്പി എന്ന് പറഞ്ഞ ആ ഒരു രീതിയെക്കുറിച്ചാണ്. ലോകം മുഴുവന് അത് സംബന്ധിച്ച് ധാരാളമായിട്ടുള്ള പഠനങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഗൂഗിള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വാട്ടർ തെറാപ്പി. നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു 1 ലിറ്റർ അടുത്ത് വെള്ളം നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. വെള്ളം ശുദ്ധമായിരിക്കണം. തിളപ്പിച്ചാർച്ച വെള്ളമോ പച്ചവെള്ളം ഫിൽറ്റർ ചെയ്തതോ അല്ലെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കണം. അത് നമ്മൾ രാവിലെ വാ കഴുകാതെ നമ്മൾ വെറും വയറ്റിൽ കുടിച്ച് നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പനി ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് പൊതുവെ ആൾക്കാർ പറയുന്നത്. ഞാനിത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയണത്. ഞാൻ 2009 ആസാമിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ ഒരു സലേഷ്യൻ അച്ഛനെ പരിചയപ്പെട്ടു. 90 വയസ്സുള്ള ഒരു അച്ഛനാണ്. ഇപ്പം അച്ഛൻ്റെ ആരോഗ്യസ്ഥിതിയെ പറ്റിയൊക്കെ ഞാൻ ചോദിച്ചു. നല്ല ആരോഗ്യമുള്ള ആളാണ്. ഇതെന്താണ് ജീവിത രീതി എന്നൊക്കെ ചോദിച്ചപ്പോൾ അച്ഛനാണ് എനിക്ക് ഈ വാട്ടർ തെറാപ്പിയെ പറ്റി പറഞ്ഞു തന്നത്. ഞാൻ അന്ന് തൊട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് 15 വർഷമായിട്ട് എനിക്ക് പനിയോ ചുമയോ ഇല്ല. ഞാൻ ധാരാളം ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചിലരൊക്കെ കുറച്ചാൾ ഇത് ചെയ്ത് നിർത്തുന്നുണ്ട്. നിർത്തി കഴിയുന്നവർക്ക് വീണ്ടും പനിയും ചുമയും ജലദോഷമൊക്കെ വരുന്നുമുണ്ട്. അപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, നമുക്ക് 1 പൈസ മുടക്കില്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾ ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കുക. വാട്ടർ തെറാപ്പിയെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഗൂഗിൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത്രയാണ് ചെയ്യേണ്ടത്. രാവിലെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വാ കഴുകാതെ 1 ലിറ്ററോളം വെള്ളം കുടിക്കുക. ഇനി ഒന്നിച്ച് 1 ലിറ്റർ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ 1/2 ലിറ്റർ ആദ്യം കുടിക്കുക. ഒരു 2-3 മിനിറ്റ് അല്ല 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും 1/2 ലിറ്റർ വെള്ളം കുടിക്കുക. നിങ്ങൾ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ശരീരത്ത് എന്ത് മാറ്റം ഉണ്ടാവും എന്ന് നിങ്ങൾ നോക്കുക. ഞാനീ പറഞ്ഞു കൊടുത്ത ധാരാളം ആളുകൾക്ക് പിന്നീട് പനിയോ ചുമയോ വന്നിട്ടില്ല. നമുക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് പൈസ മുടക്കൊന്നുമില്ല. നമ്മുടെ ജീവിത രീതിയിലുള്ള ഒരു ചെറിയൊരു മാറ്റം, അല്ലെങ്കിൽ പുതിയൊരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പനിയൊക്കെ വന്ന ഒരു ആശുപത്രിയിൽ പ്രൈവറ്റ് ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ 1000 രൂപ താഴെയുള്ള ബില്ല് കാണുകയില്ല. അത് മേലോട്ടാണ്. ആൻറ്റിബയോട്ടിക് അതെല്ലാം കഴിച്ച് നമ്മുടെ ശരീരം വീണ്ടും മോശമാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ലളിതമായിട്ടുള്ള ഈ ഒരു പരിപാടി, ഈ വാട്ടർ തെറാപ്പി നിങ്ങൾ പരീക്ഷിച്ച് നിങ്ങൾ സ്വന്തം അനുഭവത്തിൽ ഇത് നന്നായിട്ട് വന്നു എന്ന് തോന്നുകയാണെങ്കിൽ കുടുംബാംഗങ്ങളോടും മറ്റാൾക്കാരോടും പറയുക. നമ്മളെല്ലാവരും ആരോഗ്യത്തോടെ ഈ ഭൂമിയിൽ ഇരിക്കട്ടെ. നന്ദി, നമസ്കാരം.